എന്നാ നോക്കട്ടെ. ഇങ്ങനെയാണ് തീരുമാനമാക്കണത്. എന്റെ തീരുമാനം ഇപ്പൊ ആയേനെ. ഇവിടെ നോക്കട്ടെ. അവിടെ എഴിച്ചത് തീരുമാനിച്ചാ മതി. നോക്കട്ടെ. എവിടെ ഒന്നും കേക്കാൻ വയ്യല്ല. അയ്യേ ഉറച്ച ചവിട്ടാതെ നോക്കട്ടെ. ഒന്ന് പെണ്ണേ പെണ്ണേ ഇതെന്തോന്നത്? ഇങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചത്? എവിടെ അയ്യേ ഇതൊന്നുമില്ലല്ലോ. കറക്റ്റ് മീറ്ററിലല്ലോ പോണ സാധനം. പിന്നെ അങ്കിൾ വലിയ കലാമണ്ഡലം വലിയ സംഭവം. എന്നെ ശാസ്ത്രം എന്തോന്നറിയാമോ? എന്തോന്ന്? യഥോ ഹസ്ത സദോ ദൃഷ്ടി, യഥോ ദൃഷ്ടി സദോ മന, യഥോ മന സദോ ഭാവോ, യഥോ ഭാവ സദോ രസ. മനസ്സിലായോ? എന്ന് പറഞ്ഞ അപ്പൊ വരട്ടെ ഒരു തജ്ജം. തജ്ജം എടി പെണ്ണേ, എടി ഏതോ ഹസ്ത അതോ ദൃഷ്ടി. അപ്പം കൈ എത്തണത് കണ്ണെത്തണം, കണ്ണെത്തണതാണ് മനസ്സ്. മനസ്സുണ്ടെങ്കിലേ ഭാവമുള്ളൂ, ഭാവം ഉണ്ടെങ്കിലേ രസമുള്ളൂ. അതിന് ഈ രസം പോലെ കുറച്ചും കൂടി രസം വേണം. അപ്പുറത്തെ കൈ ഇവിടെ പിടി, കറക്റ്റ് ബോഡി ലൈനിൽ പിടി. കണ്ടാ മിടിക്ക്. ഇപ്പൊ കണ്ട എന്തൊരു പവർന്ന്. കണ്ടും കൊണ്ട് നോക്ക് ഇങ്ങോട്ട്. തല ഇങ്ങോട്ട് കളിക്കാതെ ഒന്നും പറ്റിയൊന്നുമില്ല. അയ്യോ നോട്ട് വലിക്കണല്ല, തിരിച്ചാക്കണ്ടേ? തിരിച്ചാക്കിയ മാറും. തിരിക്കട്ടാ? അല്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് നീ അങ്ങനെ തിരിച്ചെന്തിന്? ഞാൻ പതുക്കെ തിരിക്കുകയായിരുന്നു. നമുക്ക് ശരിയാക്കാം. എന്താ വേണം? അത് പിന്നെ അത് പിന്നെ ഈ അങ്കളുണ്ടല്ലോ എന്റെ കഴുത്ത് പിടിച്ച് വെട്ടിച്ചോ മാ. ഞാൻ വെട്ടിച്ചേരാ, ഞാൻ തിരിച്ചപ്പോ വെട്ടിപ്പോയതാ. അയ്യോ കഴുത്ത് അണ്ണാടെ പോണു. അല്ല എനിക്ക് അമ്പലത്തിൽ പോണി. സുന്ദരനായിട്ടാ? എന്താ എവിടെ എവിടെ? ഇടി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മൂത്ത് നോക്കി പറയണം. കുത്തല്ലേ മാമ. ആ അതെ സമയായി. എനിക്ക് അമ്പലത്തിൽ വരും. എന്തിനാ? അത് ഇന്ന് അവിടെ പിറന്നാളാണ്. ഏതാ? അവളാ? അവളെന്നല്ല ഞാൻ പറഞ്ഞത്. അയ്യോ അവളെന്നല്ല എണ്ണം പറഞ്ഞു. അല്ല കേട്ടു. അയ്യല്ല ആശാനെന്നാ പറഞ്ഞ. ആശാനെന്നാ പറഞ്ഞു. പിന്നെ ഈശാ പിന്നെ നേശമണി ആശാൻ. ആ നേശമണി ആശാന്റെ പിറന്നാളാ. അമ്പലത്തിൽ ഒന്ന് നോക്കണ്ട. എന്തോന്നു? എന്റെ കഴുത്ത് പോയി മാമ. ഇതൊക്കെ വേണ്ടാത്ത പണിക്കൊക്കെ എന്തിനാ പോകുന്നത്? അമ്പലം അടക്കി ഇവിടെ. അമ്പലം അടക്കി പെട്ടെന്ന് നോക്കിട്ട് പോണ പാവം കൊച്ചു. നോക്കട്ടെ പതുക്കെ ഒന്ന് ഇറങ്ങിക്ക് പറ്റുമല്ലോ. പറ്റല്ലേ മാമ? എടി അത് അന്ന് എനിക്കൊരു ചെറിയ കൈവത്ത്. രണ്ടാമത്തൊക്കെ ശരിവിനാ പ്രശ്നം. മോളെ താണ്ട് ഇങ്ങോട്ട് നോക്കിയേ. താണ്ട് നോക്കിയേ. അതാണ്ട മരത്തിന്റെ ചുവട്ടിലേ നോക്കി. അതിന്റെ മുകളിലോട്ട് നോക്കൊരു കിളി ഇരിക്കുന്ന കണ്ടോ? പോയി ഏത് പെണ്ണിനെ ചുമ്മാ ചെവിതലാകണ്ടല്ലോ. ഈ പെണ്ണിന്റെ അടുത്തല്ലേ പോയത്? പെണ്ണെന്നല്ലേ പറഞ്ഞു. ശരിയായ അയ്യോ നടയടച്ചു പോയല്ലോ. നടയടച്ചാലും ഇല്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കേൾക്കാതിരിക്കത്തില്ല. അവിടെ പേരിലൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളെ. ഒരു പുഷ്പാഞ്ജലി ശ്രീകുട്ടി അശ്വതി നക്ഷത്രം. ഭഗവാനെ ശ്രീകുട്ടിക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊടുക്കണേ. എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിയാൻ അനുഗ്രഹിക്കണേ. ശ്രീകുട്ടിയെ പോലെ തന്നെ
അവളായിരിക്കും. മണിക്കുട്ടണ്ണ മണിക്കുട്ടണ്ണ അണ്ണ ഓടല്ല അണ്ണ, ഞാൻ അണ്ണന്റെ ശ്രീകുട്ടിയാണ് അണ്ണ. നിക്കണ്ണ, ഞാൻ തിരിച്ചു വന്നണ്ണ. അണ്ണ അണ്ണ നില്ലണ്ണ. അണ്ണ, ഈ ചുമന്ന ഷർട്ടിട്ട് ഒരു അണ്ണ ഈ വഴി പോണ കണ്ട അണ്ണ? കണ്ടില്ല. കണ്ടില്ലേ? ഇത് അതിനിടയ്ക്ക് എവിടെ പോയി? അണ്ണാ, മണിക്കുട്ടണ്ണ, അണ്ണാ. അണ്ണാ, മണിക്കുട്ടണ്ണ. അതെ, മണിക്കുട്ടൻ അണ്ണന്റെ സ്വന്തം ശ്രീകുട്ടി. മണിക്കുട്ടനല്ല. അണ്ണാ നില്ലണ്ണ, പോകല്ലണ്ണ. ഇതവള് തന്നെ. എന്റെ പേര് വിളിച്ചല്ലോ. ഇവിടെ ഇതെങ്ങനെ ഇവിടെ വന്നു? ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഈ കൈ ഇവിടെ പിടിക്കണം, എന്നിട്ട് ഈ കൈ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ 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 ഉണ്ടോ? ഇങ്ങനെ ആ ഇനി മോളി ചെയ്തേ. ആ ആ ഓക്കെ, നിങ്ങളിവിടെ ആ അണ്ണാ, മുഖം എന്ത് വല്ലാതിരിക്കുന്നേ? എന്താണെങ്കിലും പറ അണ്ണാ. ഒന്നുമില്ല ശ്രീക്കു. പറമാക്കൂ. ഞാന് നമ്മുടെ കല്യാണക്കാര്യം എൻ്റെ അച്ഛനോട് പറഞ്ഞു. ആണോ? എന്നിട്ട്? കൊക്കിന് ജീവനുണ്ടെങ്കിൽ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സഹകരിക്കില്ലെന്ന് പറഞ്ഞു. അയ്യോ, അപ്പൊ നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിഞ്ഞൂടാ. അച്ഛൻ നിർബന്ധിച്ച അണ്ണൻ വേറെ കല്യാണം കഴിക്കോ? അതൊരിക്കലും എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. പറ്റില്ലെന്ന് എനിക്കറിയാം. അണ്ണന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നും എനിക്കറിയാം. എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. പിന്നെ അച്ഛൻ്റെ സമ്മതമില്ലാതെ നമുക്ക് ഈ കല്യാണം നടത്താൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. എന്താണ്? എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു സ്ത്രീ ഉണ്ടാവില്ല. ഞാൻ മരണം വരെ അണ്ണന് വേണ്ടി കാത്തിരിക്കും അണ്ണ. അല്ല, കാത്തിരിക്കൊന്നും വേണ്ട, നീ വേറെ കെട്ടിക്കോ. അണ്ണനും വേറെ കെട്ടണം. അത് പറ്റില്ല. അണ്ണൻ വേറെ കെട്ടിക്കോ. ശ്രീക്കു കെട്ടിക്കോ. മാക്കു കെട്ടിക്കോ. ശ്രീക്കു കെട്ടിക്കോ. ശരി, ഞാൻ ഒരു കാര്യം ചോദിച്ച അണ്ണൻ സത്യം പറയണം. ചോദിച്ചു. എന്നെക്കാളും സൗന്ദര്യവും കഴിവുള്ള വേറൊരു പെണ്ണിനെ കണ്ട അണ്ണൻ കെട്ടുവോ? പറ, കെട്ടുവോ? കെട്ടുവോ? ഇല്ല? കെട്ടുവോ? ഇല്ല? കെട്ടുവോ? നിങ്ങളെങ്ങാനും കെട്ടിയാലുണ്ടല്ലോ, നിങ്ങളെ കഴുത്ത് ഞാൻ വെട്ടിട്ട് ഈ ഉത്തരത്തെ കെട്ടിത്തൂങ്ങി ചാവും. പറഞ്ഞേക്കാം. എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല അണ്ണ. അല്ല, എനിക്കും അങ്ങനെ. മാക്കു, ശ്രീക്കു, മാക്കു, ശ്രീക്കു, മാക്കു, ശ്രീക്കു.
എനിക്ക് ബോറടിക്കുന്നു. പിന്നെ ചേച്ചിയും അമ്മയും അച്ഛനൊന്നും ഇല്ലാത്തോണ്ട് എന്താ പോലെ. നീ കൂടെ പോകത്തുണ്ട്. അത് പിന്നെ എനിക്ക് എന്റെ റൂമിൽ കിടന്ന് എനിക്ക് ഉറക്കം വരില്ല. അത് അപ്പച്ചിക്ക് വയ്യാത്തോണ്ടല്ലേ അവര് പോയത്. പെട്ടെന്ന് വയ്യെന്നിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കൂലേ? അച്ഛൻ ഭയങ്കര ടെൻഷൻ. നീ കൂടെ പോകാനുള്ളായിരുന്നു. നീ വയ്യ. അപ്പൊ അച്ഛൻ ടെൻഷൻ അടിക്കുമ്പോ ആര് സമാധാനിപ്പിക്കും? ചേച്ചി കൊള്ളാം. ഞാൻ വിളിക്കാം. അത് വിളിച്ചില്ല. വിളിച്ചിട്ടുണ്ട്. കോനും കൂടെ വിളിച്ചുവിടുന്നു. അണ്ണാ ശരിക്കും എവിടെ അണ്ണാ പോയത്? അണ്ണോ ഇവിടെ പിന്നെ അത് മോളെ മാമനോട് ക്ഷമിക്കണം. മാമനെ അമ്പലത്തിൽ പോകാനുള്ള ധൃതിക്ക് മോടെ കഴുത്ത് ശരിയാക്കാൻ അത് പെട്ടെന്ന് കൂടുതൽ ആലോചിച്ച് ചെയ്യാൻ പറ്റിയില്ല. മാമനോട് ക്ഷമിക്കണം. മോക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. ഇങ്ങോട്ട് നോക്ക്. കുഴപ്പമില്ല. ശരിയായോ? അല്ല, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. അപ്പൊ അവിടെ ഈ രണ്ടാമത്തെ കശേരുവിന് ആ ഒരു പ്രശ്നം ഉണ്ടായത്. അപ്പൊ ഇടത് തിരിച്ച് നമ്മളൊരു കിടക്കുമെന്നൊരു തട്ട് കെട്ടിക്കഴിഞ്ഞ് ശരിയാവും. പിന്നെ എനിക്ക് ആ പോകാനുള്ള ധൃതിക്ക് ഉള്ള ഒരു സംശയം വന്നുള്ളൂ. ശരിയായി. എവിടെ പോയിട്ട് വരണം? അമ്പലത്തില് ഓട്ട മത്സരത്തിൽ പോയാലിരിക്കുന്നു. നാറി വേർത്ത് കുളിച്ച്. അത് അമ്പലത്തിലൊരു ഓട്ട മത്സരം ഉണ്ടായിരുന്നു. അമ്പലത്തില് ഓട്ട മത്സരം വേറെ അത് വേറെ സാധനം, വേറെ കാര്യം. എന്തെങ്കിലും ആവട്ടെ. നാറിയിട്ട് വയ്യ. പോയി കുളിച്ച് റെഡിയാവും. കുളിച്ചിട്ട് വരട്ടെ. എന്താ കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വരാം. എന്താടി പുള്ളി കഴുത്ത് ശരിയായത് കണ്ട് സന്തോഷം കൊണ്ട് എന്തോ പറ്റിയെന്നാ കേട്ടോ. ഇപ്പൊ കുറച്ച് പോകാടി മാറിയില്ലേ? ഇത്രയും വലിയ വീടോ മണിക്കുട്ടനണ്ണന്റെ? ഏയ്, പക്ഷെ ഇങ്ങോട്ട് തന്നെയാണല്ലോ കേറി വന്നത്. എന്തായാലും നോക്കാം. ആരത്? സെയിൽസ് ഗേളാണെന്ന് തോന്നുന്നു. മല്ലിപ്പൊടി മസാലയാ? ഞങ്ങളതില് ഗരം മസാല ഹിന്ദി മനസ്സിലുണ്ട്. എന്തിന്? എന്തെങ്കിലും മേടിക്കണോ? പിന്നെ ഇവിടെ ഒന്നും വേണ്ട. അയ്യോ, ഞാൻ സെയിൽസിന് വന്നതല്ല. ഈ മണിക്കുട്ടനണ്ണന്റെ വീടാണോ ഇത്? എന്റെ അച്ഛന്റെ വീടാണ്. അച്ഛനോ? നിങ്ങൾക്ക് ഇത്ര വലിയ മോളോ? അതല്ല, ഈ ബംഗോച്ചിന്റെ അച്ഛനാണ് മണിക്കുട്ടണ്ണന്റെ ആളിയെ. അങ്ങേരെ ഇവിടെ ഉണ്ട്. മണിക്കുട്ടനണ്ണനെ ഒന്ന് വിളിക്കാവോ? അയ്യേ മാമ. അല്ല, ഞാൻ സെയിൽസിന് വന്നല്ല, മണിക്കുട്ടനണ്ണനെ ഒന്ന് കാണാൻ വന്നതാ. ഒന്ന് വിളിക്കാവോ മോളെ? ഞാൻ വിളിക്കാം. ശരി ചേച്ചി. അനിയന്റെ പേരെന്താ? എന്റെ പേര് റാം. ദുബായ്. റാം? ദുബായിലാണോ? അവിടെ എന്താ ജോലി? ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ആങ്ങളെ ഈ വീട്ടിലാരാ? ഈ നേരത്തെ ഇപ്പൊ പോയാലും ഒരു ഗുണ്ട്. ഗുണ്ടിന്റെ അച്ഛൻ എന്റെ അണ്ണനാണ്. ഞാൻ അനിയൻ. കുഞ്ഞളിയൻ. മണിക്കുട്ടണ്ണന് കുഞ്ഞളിയൻ. മണിക്കുട്ടനണ്ണന്റെ കുഞ്ഞളിയൻ. എന്ത് വഴി കാര്യം പറ നീ. വാ വാ. എന്താ? ദോ നോക്ക്, ഒരു ചേച്ചി. ഇവളെന്താ ഇവിടെ? എന്തിവിടെ? എവള് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. എന്താ പറഞ്ഞു? അണ്ണനെ കാണണോ? കാണിച്ചു തരാം. എന്നെ കാണിച്ചു തരാം. നിങ്ങളോട് കാണിച്ചു തരാം. ഇതൊന്നടി ഇത്? അങ്ങോട്ട്. നീ എന്താ ഇവിടെ? ഞാനേ ഒരാളെ കാണാൻ വന്നതാ. ആരെ കാണാൻ? എന്നെ കെട്ടാൻ പോകുന്ന ആളെ. എന്നെ കെട്ടാൻ പോകുന്ന? അതാരാ? മണിക്കുട്ടൻ. മണിക്കുട്ടൻ എന്ന് പറഞ്ഞാ ഞാനോ? ഈ കാര്യം ഞാൻ പറഞ്ഞേക്കാം. അച്ഛന്റെ അനുവാദമില്ല നമ്മുടെ കല്യാണം നടക്കത്തില്ല. ഇത് ഞാൻ പണ്ടുപോലെ പറയുന്ന ഒരു കാര്യമാണ്. അതെ, പണ്ടുപോലെ നിങ്ങൾ എന്നോട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ അല്ലാതെ വേറൊരുത്തീനെ കെട്ടൂലെന്ന്. അതൊക്കെ ഞാൻ ഒച്ചത്തിലേ പറയുള്ളൂ.
എന്നിട്ട് ഞാൻ അറിയാതെ നിങ്ങൾ ഏതൊരുത്തിനും പെണ്ണ് കാണാൻ പോയില്ലേ? ഞാൻ ഇതൊന്നും അറിയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അത് നീ എങ്ങനെ അറിഞ്ഞ്? നിങ്ങൾക്ക് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ നിങ്ങളുടെ ഓരോ നീക്കങ്ങൾ അറിയുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കോ. അതെ, നീ ഇപ്പൊ തൽക്കാലം പോയിട്ട് ഞാൻ അച്ഛനുമായിട്ട് സമാധാനമായിട്ട് സംസാരിച്ച് നമ്മുടെ കല്യാണം ഫിക്സ് ചെയ്ത ശേഷം നിന്നെ ഞാൻ കെട്ടും. ഇപ്പൊ തൽക്കാലം നീ ഇങ്ങനെ പോയ നിങ്ങളുടെ ഒപ്പനെ ഞാനങ്ങ് തൊട്ടു. അതെ, ഒരു തീരുമാനമാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അല്ല, തീരുമാനമാക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ആ പിങ്കിയും മഞ്ഞ കൊച്ചലീനും ഒക്കെ അവിടെ ഇരിക്കുന്നു. അവരറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ തീർന്ന്. ഞാൻ പോകത്തില്ല. ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നീ പോ. അണ്ണാ, ഞാൻ പറയുന്നു കേൾക്കണം. നീ പറയുന്ന കേൾക്കും. നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. സ്നേഹമൊക്കെ ഉണ്ട്. അണ്ണാ, എന്നെ വിടല്ലേ അണ്ണാ. ഇല്ല, നിന്നെ ഞാൻ കെട്ടും. അച്ഛൻ്റെ അനുവാദത്തോടെ വേണ്ടി വന്ന നിന്നെ ഈ റോട്ടിലിട്ട് കെട്ടും ഞാൻ. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് തൊട്ടു. ഞാൻ പോവാ. ഞാൻ പോവും. പൊയ്ക്കോ. മാമ ആര്? വന്നിട്ട് പോയത്? അതെന്റെ ഒരു പരിചയക്കാരിയാടാ. പരിചയക്കാരിയോ? അല്ല, ഈ പരിചയക്കാരന്റെ പെങ്ങള് പരിചയക്കാരി. അതിപ്പോ എന്തിനു വന്നേ? അണ്ണനെ കാണാൻ എന്തിനാ വന്നത്? അതൊന്ന് പറഞ്ഞാലടാ, അതൊരു നീണ്ട കഥയാ. അതായത് പണ്ട് എവള് നമ്മുടെ കുടുംബത്ത് വന്നായിരുന്നേ. അവിടെ വന്നായിരുന്നു. ഒന്നുമില്ലടാ, വലിയ സാമ്പത്തികമായിട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഒരു ജോലി എവിടെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് എന്നെ സമീപിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോ കുറെ കാലമായി. പിന്നെ എന്നെ കാണാത്തോണ്ട് അവൾ തിരക്കി വന്ന ജോലിക്കാരി എന്തോ ആയെന്ന് അന്വേഷിക്കാൻ വേണ്ടി. ജോലി വാങ്ങിച്ചു കൊടുത്തോ? ജോലി എന്റെ മടി എടുത്തു വെച്ചേക്കാന്നോ? ജോലി അങ്ങനെ കിട്ടുവോ? ചേട്ടാ, അവള് പ്രായമായ പെണ്ണല്ലയോ, ചുമ്മാ അങ്ങ് വീട്ടിൽ കയറ്റാൻ പറ്റുമോ? അല്ല, അത് മാത്രമല്ല, നമുക്കൊന്നും പരിചയമില്ല. ഇതൊക്കെ വീട്ടിൽ കയറി എന്തെങ്കിലും അടിച്ചു മാറ്റത്തിൽ ആര് കണ്ടു? അത് ശരിയാണ്. അതിന് ഈ വീട്ടിൽ എന്തിരിക്കുന്നു അടിച്ചു മാറ്റാൻ? അതും ശരിയാണ്. അതെ, എന്നാലും ആ ചേച്ചി ഇറക്കി വിടണ്ടായിരുന്നു. എനിക്കെന്തോ പോലെ. എനിക്കും അങ്ങനെ വിഷമം. അണ്ണൻ ഇപ്പൊ എന്താണ്? അണ്ണൻ ജോലി വാങ്ങിച്ചു കൊടുക്കണോ വേണ്ടേ ഇറക്കി വിടണം? അണ്ണൻ എന്തെങ്കിലും ഒന്നും ഉറപ്പിച്ചില്ലേ? ജോലി വാങ്ങിച്ചു കൊടുക്കണ്ട. വേണ്ട. തീർന്നല്ല കാര്യം. മോളെ പങ്കാ, എനിക്കൊരു ചായ ഇട്ട് തരുമോ? നീ ചൂടായിട്ടാ? മസാല ടീ മതിയോ? മുളക് പൊടിയും കുരുമുളക് കിട്ടാൻ സാധാ ചായ കിട്ടൂലേ? നമുക്ക് പരീക്ഷണങ്ങൾ നടത്താം. ചായ ഞാൻ ഇട്ട് നിനക്ക് തരാം. അണ്ണന് വേണോ ചായ? വേണോ ചായ? വേണ്ട, നിനക്ക് ഞാൻ ഇട്ട് തരും. ബാ വരി. ഭാഗ്യം പോയല്ലോ. പാവൻ ശ്രീകുട്ടി. എത്ര കാലം കൂടി അവളെ ഞാനൊന്ന് കണ്ടതാ. ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഞാൻ പോയില്ലേ? വീട്ടിൽ പോ. ഗേറ്റ് തുറക്കണ്ണ. അല്ല, ഗേറ്റ് തുറക്കത്തില്ല. തുറക്കത്തില്ല ഞാന്. ഇല്ലേ, ഞാൻ ചവിട്ടി തുറക്കണ്ണ. എന്നാ ഞാൻ തുറക്കാം. നീ എന്താ പോകാത്ത? ഞാൻ പറഞ്ഞില്ലേ? ഒക്കെ ഞാൻ കേട്ടു. പക്ഷെ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടേ ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നുള്ളൂ. കണ്ടോ, എനിക്ക് ഇരിക്കാൻ വേണ്ടി തന്നെ. ഞാൻ പറയട്ടെ? അമ്മനൊന്നും പറയണ്ട. അല്ല, അതെ, ഞാൻ അച്ഛനുമായിട്ട് സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് കല്യാണം നടത്താമെന്നല്ലയോ നിന്നോട് പറഞ്ഞത്? അതെ, അച്ഛനോട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം ആവുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്ന് പറഞ്ഞാ എങ്ങനെ? എന്ന് പറഞ്ഞ അങ്ങനെ തന്നെ. ഞാൻ പോവൂല. അന്നം പോ.